ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നേരത്തെ എപ്പിസോഡിലോട്ട് പോയല്ലോ. പിന്നെ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന അവരുടെ സ്കൂൾ പീരീഡ് ഓഫ് ടൈമിലാണ്, ഫ്ലാഷ് ബാക്കിലാണ്. നമ്മുടെ ഓക്സിയും സൂണും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ലെഗ് വ്യൂ ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ സൂണിന് കഴിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങോട്ടും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഓക്സി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ സ്ഥലം ഇഷ്ടമായോ ചോദിക്കുന്നുണ്ട്. അതേ, നല്ല വ്യൂ ആണ്, എനിക്ക് ഇഷ്ടമായി. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് കൂട്ടിയിട്ട് വരും അങ്ങനെ പറയുന്നുണ്ട്. ശരി, ഓക്കെ, നീ കഴിക്കുക, നീ എന്താ കഴിക്കാത്ത? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. നീ നല്ല കുട്ടിയല്ലേ, വാ എന്ന് പറഞ്ഞ് നമ്മുടെ ഓക്സിനെ വന്നിട്ട് സൂണിനെ കഴിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സൂണ് വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല, ചിരിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ ഓക്സ് ചോദിക്കുന്നുണ്ട്, എന്താ സൂൺ നീ എന്തെങ്കിലും നോക്കിയാണ്? ഒന്നുമില്ല, ഞാൻ ബോയ് ഫ്രണ്ട് ക്യൂട്ടാണെന്ന് നോക്കിയതാണ്. അപ്പോൾ സൂൺ ഇങ്ങനെ, ആരെ ബോയ് ഫ്രണ്ട്? ആരാണ്? എൻ്റെ ബോയ് ഫ്രണ്ട് നീയാണ് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കണം. അപ്പോൾ നേരെ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവാണ്. അടുത്ത കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ ഓക്സ കോമയിൽ കിടക്കുകയാണ്. നമ്മുടെ സൂണ് കൈ പിടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഓക്സിനോട്, ഈ കുറേ നേരമായി ഉറങ്ങുന്നു, എനിക്ക് നിന്നെ കണ്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്, ദയവ് ചെയ്തൊന്ന് എണീച്ച് എന്നോടൊന്ന് സംസാരിക്കുകയും, ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്ങിൽ നമ്മുടെ സൂണ് വന്നിട്ട് ഓക്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് അവൻ്റെ പാരൻസ് കയറി വരുന്നുണ്ട്. പാരൻസ് കയറി വന്നിട്ട് സൂണിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് നേരം അവനെ നോക്കിക്കൊണ്ട്, നീ റൂമിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് വാ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൂൺ ഒരുമാതിരി ഇപ്പോൾ മടിച്ച് നിൽക്കുന്നത്. അപ്പോൾ പാരൻസ് പറയുന്നുണ്ട്, നീ ഇങ്ങനെയാണെന്ന് കണ്ട നമ്മുടെ ഓക്സൊക്കെ ഭയങ്കര സങ്കടമാവുകൊണ്ട് നീ പോയി റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്നു. ശരി, ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമ്മുടെ ഓക്സയുടെ പാരൻസാണത്. അവിടെ പറയുന്നുണ്ട്, അവൻ്റെ മമ്മിയും ഡാഡിയും പറയുന്നുണ്ട്, സൂൺ അപ്പോടെ വിഷമിച്ച് ഭയങ്കര ഫീലിങ്ങിലാണല്ലേ, ഓക്സ് ഇങ്ങനെയായിട്ട് സീക്രം വേഗം ശരിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് അവരോട് സംസാരിച്ചും കൊണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ ഓക്സയുടെ ഡാഡി വന്നിട്ട് ജനലിലൂടെ ആകാശം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് ഒന്നുമില്ല, അങ്ങനെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ സൂണ് ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പിൽ തന്നെ ഇരുന്ന് ഭയങ്കര ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെപ്പാട് അപ്സെറ്റായി ഭയങ്കര കരയാണ്. അവന് കരഞ്ഞ് കുറച്ച് സമാധാന ശേഷം ഒരു ടാക്സി കയറി റൂമിലോട്ട് വരുന്നുണ്ട്. റൂമിലോട്ട് വരുമ്പോൾ അവനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരു ടണലിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആകാശം നോക്കുന്ന ആകാശം ഒന്നുമില്ല. അപ്പോൾ ആകാശം സ്റ്റാർ പോലും ഇല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന പോലെ. അപ്പം അവൻ പെട്ടെന്ന് പ്രേ ചെയ്യും, ഓക്സൊക്കെ ഒന്നും ആവരുത്, ഓക്സ പെട്ടെന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരണം അങ്ങനെ പറഞ്ഞ് പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അവന് വരേണ്ട സ്ഥലമാകുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ ഭയങ്കര സങ്കടത്തിലുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. ശരി, ഓക്കെ അങ്ങനെ പറഞ്ഞാൽ അവൻ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഏതാ സ്ഥലം, ഇതെന്താ ഫോണിൽ സിഗ്നലില്ല, എന്താ സംഭവം അങ്ങനെ പറഞ്ഞാൽ ഫോൺ നിർത്തിനൊന്നുമില്ല. അവനക്കൊന്നും ഒരു സെക്കൻഡ് മനസ്സിലാവുന്നില്ല. നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ കൂടെ ഓക്സ് നടന്നു പോകുന്നു. അതായത് അവൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഓക്സ് നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് ഓക്സ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരുന്ന ഓക്സ തിരിച്ച് വന്നിട്ട്, നിങ്ങൾക്ക് എന്നെ അറിയോ, നിങ്ങളെന്തിനാ എൻ്റെ പേര് വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവനെ ആപ്പാട് സ്റ്റണ്ണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓക്സ ഒന്നും എനിക്ക് കണ്ട പോലെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്സ, നിങ്ങൾ സ്റ്റോക്കറാണ്, എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് അങ്ങനെ ചോദിച്ചിട്ട് ഓക്സ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സൂൺ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്റ്റേജിൽ നമ്മൾ ഓക്സക്ക് ടെൻഷനായി ഓക്സ വന്നിട്ട്, നിങ്ങൾ നമ്മളെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് അങ്ങനെ പറഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ സൂണിനൊന്നും ഉത്തരം പറയാൻ കഴിയുന്നില്ല. ശരി, ഓക്കെ, നിങ്ങൾക്ക് എവിടേക്ക് പോകണ്ടേ? എനിക്കറിയില്ല. അതെന്താ? ഞാൻ എൻ്റെ മെമ്മറി എനിക്ക് എല്ലാം മറന്നുപോയി. ശരി, ഓക്കെ, എന്നാൽ വരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം. നിൻ്റെ റിലേറ്റീവ്സിനെ അവർ കോൺടാക്ട് ചെയ്തോളും. എനിക്കങ്ങനെ റിലേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ നീയല്ലേ പോകണം, നിനക്കെല്ലാം മറന്നുപോയി, പിന്നെ എങ്ങനെയാണ് നിനക്ക് റിലേറ്റീവ്സ് ഇല്ലാത്ത കാര്യം അറിയാം? ചില കാര്യങ്ങൾ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നീ പറയുന്ന ഒന്നും ശരിയല്ല, വാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓക്സ വന്നിട്ട് സൂണിനെ വലിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകണം. പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി അവിടുത്തെ ഓഫീസറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓക്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ സൂണിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം ഇത് അങ്ങനെ. അപ്പോൾ സൂണ് പറയുന്നത്, ഇല്ല, അതെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, കാരണം ഞാൻ വിചാരിച്ച ആളല്ല അത്, പക്ഷേ ഓൻ വിചാരിച്ച ആളല്ല ഞാൻ, സോ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയപ്പോൾ നിങ്ങളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സൂൺ വന്നിട്ട് പോലീസ് ഓഫീസറിനോട്. അതേസമയം നമ്മുടെ ഓക്സൊക്കെ ഒരു ഫീലിംഗ് കൊണ്ട് വിട്ടിട്ട് പോകുന്നതിൽ, പക്ഷേ അവൻ പോകുന്നുണ്ട്. മറന്നേക്ക് അയാളെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ സൂണ്. പുറത്തേക്ക് വന്നാൽ അവന് കാപ്പാട് അപ്സെറ്റാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. അവൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പോൾ വരെയുള്ള അവരുടെ മെമ്മറീസാണ് അവൻ്റെ ഫ്ലാഷിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവനിരുന്ന് കരയുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ വാതിലിൽ, അതായത് വാതിൽപ്പടിക്ക് ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ കൺഫ്യൂഷനാണല്ലേ, എന്താണെന്നുള്ളത് നമുക്ക് പോകാൻ മനസ്സിലാവും. പിന്നെ ഗൈസ്, എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗൈസ്, ബൈ ബൈ.